ഹലോ ഗുയ്സ്, അപ്പോൾ എല്ലാവർക്കും ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് സൺഡേ ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ട് കണ്ണൂർ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വ്ളോഗാണ്. അപ്പോൾ എന്താ സമയം 8:30 ആകുമ്പോൾ നമുക്ക് ഉള്ളേരി എത്തണം. അവിടെ ഒരു വിശിഷ്ട വ്യക്തി ഉണ്ട് കാത്തിരിക്കുന്ന ഗൈസ്. അത് ആരാന്ന് ഇപ്പം പറയുന്നില്ല, അവിടെ എത്തിയിട്ട് കാണിച്ചിരുന്നുണ്ട്. യെസ് ഗൈസ്, അപ്പോൾ അവിടെ പോയിട്ട് ആളുടെ കൂടെ ഞാൻ ഒന്ന് കുറ്റ്യാടിയും പോകാനുണ്ട്. കുറ്റ്യാടിയും പോകാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ കണ്ണൂർക്ക് പോകും ഗൈസ് പ്രോഗ്രാമിന്. ഒരാളെ ബാക്കിൽ ഗൈസ് അമ്മ രാവിലെ തന്നെ എന്താ അമ്മ പരിപാടി? അമ്മ ഞങ്ങൾ പോന്ന് നോക്കി നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ കൂടുതൽ വർത്താൻ പറഞ്ഞ് നിൽക്കുന്നില്ല, കാരണം ഞങ്ങൾക്ക് വേഗം പോകണം വണ്ടി ഗൈസ്. അപ്പോൾ പിന്നാലെ കുടിക്കും. ഗൈസ് ദാസേട്ടനാണ് ഗൈസ്. ഞാൻ ഒരു മണി ഞങ്ങൾ പറഞ്ഞ വിശിഷ്ട ഓരോ ദിവസം കൂടും ഗ്ലാമർ കൂടി വരും. ഞാൻ മുടി അങ്ങനെ വീഡിയോ ഉണ്ടായിരുന്നു. ഷോക്ക് പോകുമ്പോഴേ നമ്മള് ഉദ്ഘാടന സമയത്ത് പങ്കെടുക്കാൻ പറ്റി, അതിലേറെ സന്തോഷം. നിക്ഷാൻ വളർന്നു വരുന്ന ഒരു പ്രതിഭാസമാണ്. കോഴിക്കോട് ഷോറൂം ഉദ്ഘാടനത്തിന് ശേഷം അതിന് പങ്കെടുക്കാൻ പറ്റി. അതിനുശേഷം കുറ്റ്യാടിയിലെ മണ്ണിൽ എത്തിക്കഴിഞ്ഞു. അപ്പം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റി. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകൻ ഷാഫി പറമ്പിൽ, അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞു. അപ്പം കുറ്റ്യാടിക്കാൻ ഉഷാറല്ലേ? ഞായറാഴ്ച ആയതുകൊണ്ടാണോ ഒരു ഉഷാറില്ലാത്ത? പൊളിക്കല്ലേ? പൊളിച്ചെടുക്കുക. കുറ്റ്യാടി വെച്ച് നിക്ഷാന്റെ ഷോറൂമിന് മുമ്പിൽ വെച്ച്. അപ്പം ഇവിടെ അവതാരിക പറഞ്ഞു പാട്ട് പാടും. ഞാൻ പാട്ട് പാടുന്ന ദാസേട്ടനല്ല, ഡാൻസ് കളിക്കാം. ഇപ്പൊ ലാലേട്ടൻ സിനിമ പറയുന്നത് എന്താ പറഞ്ഞത്? എനിക്ക് കരാട്ടെ അറിയില്ല, ഗുൾഫ് അറിയില്ല, അറിയുന്നത് നല്ല നാടൻ തല്ലാണ്. അതേപോലെയാ. എനിക്ക് ബ്രേക്ക് ഡാൻസ് അറിയില്ല, ഒന്നും അറിയില്ല. അറിയാൻ പറ്റുന്ന നമ്മളെ സ്വതസിദ്ധമായ ശൈലി നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതിനെ ഡാൻസ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ ഡാൻസർ എന്ത് ചെയ്യും? ഓടും, കണ്ടം വഴി ഓടും. അപ്പം എല്ലാരും എന്റർടൈൻ ചെയ്യിക്കുക. അല്ല നിക്ഷന്റെ ഉദ്ഘാടനമായിരുന്നു. പൊളിച്ച് ദാസേട്ടൻ ഗസ്റ്റ് ആയിട്ട് വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ദാസേട്ടൻ്റെ കൂടെ വന്നു. ബോഡി ഗാർഡ്സ് ആയിട്ട് വന്നാണ് ഗൈസ്. അപ്പോൾ അത് കഴിച്ചു നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇത് ഒരുപാട് സന്തോഷം, ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി. ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് കണ്ണൂരേക്കാണ് നമ്മൾ പോകുന്നത്. കാർ എടുക്കണം. അപ്പോൾ അങ്ങനെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ വർക്ക് ചെയ്യുന്ന കുറേ ചേച്ചിമാരൊക്കെ ഒരുപാട് പേര് അറിയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, ഹായ് സംസാരിച്ചു, ഫോട്ടോ എടുത്തവരുണ്ട്. ഒരുപാട് സന്തോഷം. അങ്ങനെ ആൾക്ക് നിക്ഷൻ്റെ ഒക്കെ ജ്യൂസ് കിട്ടി. രണ്ടെണ്ണം എടുത്ത് കാറിൽ പോകുമ്പോൾ കുടിക്കാൻ വിചാരിച്ച്. കാരണം നല്ല തണുപ്പ് എടുത്ത സമയത്ത് തൊണ്ടവേദന മാറിയിട്ടില്ല. അപ്പം കുറച്ച് തണുപ്പ് മാറിയിട്ട് കുടിക്കാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എടുത്തു. ഒന്ന് എനിക്ക് ദാസേട്ടന്, ഒന്നും ബ്രദർ. ഇനിയിപ്പം കണ്ടു മൂന്നാമത്തെ ഫ്ലോറിലോട്ടോ ഗൈസ്.
ലെഫ്റ്റ് ഓപ്പൺ ആവാൻ കാത്ത് നിൽക്കണം. ദാസേട്ടനതാ ദാസേട്ടൻ കാർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട് ഗൈസ് ദാ മസ്കറ്റ് ഗൈസ്. നമ്മളിത് അവിടെ ഹോട്ടൽ റൂമിലേക്ക് വന്നാട്ടാ. ഇതവിടെ മസ്കറ്റ് പാരഡൈസ് എന്നാണ് തോന്നുന്നു പേര്. നമ്മൾ ചാവി വാങ്ങുന്നു. ദാസേട്ടന് ഞങ്ങൾ എന്താ ചെയ്യുക. കുറേ പില്ലോസാട്ടാ. മസ്കറ്റ് റൂമിലേക്ക് പോട്ടെ, ബാക്കി വിശേഷം അവിടെ. ഗൈസ് ദാസേട്ടൻ ബുഷപ്പൊക്കെ എടുക്കുകയാണ് ഗൈസ്. റൂമിലാണ് പൊളി ഗൈസ്. ഇന്ന് ഞങ്ങൾ പൊളിക്കോ ഗൈസ് ഇവിടെ. ഞങ്ങളിതാ ഇവിടെ കണ്ണൂർ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ മ്യൂസിയത്തിലാട്ടോ ഗൈസ് വന്ന്. ദാസേട്ടൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളിതാ വീഡിയോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ചിഞ്ചോട്ടെന്നാ ഫോൺ ചെയ്യുന്നു. അപ്പോൾ ചെറിയൊരു പാർക്കാട്ടോ സെറ്റ്. ഞങ്ങളിപ്പോൾ റൂമിൽ കയറിയുണ്ട്. അപ്പോൾ അവിടുന്ന് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് ഞങ്ങൾ പ്രോഗ്രാമിന് പോകും. ഫ്രഷ് ആയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് വിടും. പരിചയപ്പെടാം വീഡിയോ എടുക്കാൻ ചോദിക്കുന്ന ആൾ. പിന്നെ ഞങ്ങളെ വീഡിയോ സെറ്റ് കാണാറുണ്ട്. ആൾ ഉഷാറാണ് കേട്ടോ. ആളുടെ അമ്മയും കൂടെയാണ് വന്നത്. അമ്മ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ അമ്മ കൂടെ അടുത്ത് വന്നിട്ട് മോനെ പറഞ്ഞു വെച്ചാൽ അമ്മ എന്താ അവിടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ആ ചിരിച്ചു കേട്ടോ. കാരണം ഞങ്ങളിപ്പോൾ ഒരു വീഡിയോ എടുക്കുക ദാസേട്ടൻ്റെ കൂടെ വന്ന കേട്ടോ. ഞങ്ങളിപ്പോൾ ഒരു ഫംഗ്ഷൻ ജ്യോതിൽ. ആ പേരെങ്ങനെ മറക്കാതിരിക്കുന്നു? ആ അപ്പോൾ എല്ലാവരും അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഓക്കെ ആവും. എൻ്റെ പേരെന്നാ? നിൻ്റെ അതേ ഷർട്ട് ഞങ്ങളൊന്നിട്ടെ. ഇതല്ല ഞങ്ങളിപ്പം ഇന്ന് ഡ്രസ്സ് ഇട്ട അതാ. ഞങ്ങളിപ്പം റൂമിൽ അയച്ചു വെച്ച് പോകുന്നതാ. ഇനി കുറച്ച് കഴിഞ്ഞാൽ എടുത്തിടും. ഇപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജസ്റ്റ് എടുത്തിട്ടാ. ഇവരും ഞങ്ങളോട് ചോദിച്ചിട്ടാ. അവിടെ കണ്ണൂർക്കാർക്ക് കുറച്ച് ധൈര്യമുള്ള ആൾക്കാരല്ലേ. പിന്നെ എന്താ ഷൈ ഇവിടെ വന്നേ. കണ്ണൂർ വന്നിട്ട് നിങ്ങൾ കണ്ണൂർക്കാരെ പറയിപ്പിക്കരുത്. ഇവിടെ ഇരിക്കും. എന്താ പേര്? അത് നിൻ്റെ പേരാ? അതിൽ നിങ്ങൾ കസിൻസാ അല്ലെങ്കിൽ ഫ്രണ്ട്സാ? കസിൻസ്. ഓക്കെ. ഇവിടെ തന്നെ കണ്ണൂർ എവിടെ? തളിപ്പറമ്പ്. അടിപൊളി സ്ഥലമല്ലേ തളിപ്പറമ്പ്. ഇവിടെ എപ്പോഴും വരാറുണ്ട് അവിടെ ഗൈസ്. ഇവിടുന്ന് പരിചയപ്പെട്ടാ. ചിൽ വൈബ്. ഇപ്പം പത്തനംതിട്ടാണ്. ആ കളിക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങനെയാണല്ലോ പരിചയപ്പെടുക. അപ്പം ഞങ്ങൾ പിള്ളേരോട് കുറച്ച് നേരം സംസാരിക്കട്ടെ ഗൈസ്. എന്നിട്ട് വേണം റൂമിലേക്ക് പോകാൻ. ടാറ്റാ ബൈ ബൈ. എല്ലാവരോടും പറ. വീഡിയോ കാണാനല്ലേ? ആ കാണലുണ്ട്. ഹാപ്പി അല്ലേ? ഹായ് പറ. സെറ്റ്. ഞങ്ങൾ എന്നാ കണ്ടേ? നീ ധൈര്യപ്പെട്ട് പറ. ഇവൻ ഞങ്ങൾ വീഡിയോസൊക്കെ എന്നും കാണാറുണ്ട് കേട്ടോ. കുറച്ച് ദിവസം. എത്ര ദിവസം മുന്നേ? എത്ര ദിവസം മുന്നാ? 2 ദിവസം. അല്ലല്ല 3. ആളുടെ അമ്മ ആളുടെ മാമന് ആണ് 3 ദിവസം മുന്നേ. 2 ദിവസമല്ല 3 ദിവസം മുന്നേ കണ്ടത്. ആണോ? ആണല്ലേ. നീ യൂട്യൂബിൽ വീഡിയോ ചെയ്യല്ലേ? ഇവൻ ഞങ്ങൾ വീഡിയോ ചെയ്യാറില്ല യൂട്യൂബിൽ. നീ എങ്ങനെ ഞങ്ങളെ വീഡിയോ കണ്ട്? കാണാറുണ്ട്. അവനെ പറ്റിക്കണ്ട. ഓക്കെ ഞങ്ങൾ പോട്ടെ. മാമന്മാർ പോട്ടെ. അപ്പോൾ ഞങ്ങൾ ഇവരോട് യാത്ര പറയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടി ഇവരോട് സംസാരിച്ചപ്പോൾ. ഒത്തിരി സന്തോഷമായി. ഓക്കെ. അപ്പോൾ ഞങ്ങൾ മെല്ലെ പോട്ടെ. ഓക്കെ. ചേച്ചിയുടെ പേര് പറഞ്ഞില്ല. നമ്മൾ കാണട്ടോ. മാമന്മാർ ഒരു സ്ഥലം. വയനാട് എവിടെ? ഓക്കെ. ഇവിടെ ഒരു അടിപൊളി മുത്തപ്പൻ്റെ ക്ഷേത്രം ഉണ്ട് കേട്ടോ. പേര് വെറൈറ്റി കേട്ടോ. ഹൈലാൻഡ് ശ്രീ മുത്തപ്പൻ മടപ്പുര. മുത്തപ്പൻ ഉണ്ട് അവിടെ. പക്ഷേ ഉള്ളോട്ട് കയറുന്നത് ശരിയാവില്ല ഗായ്സ്. ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മുത്തപ്പൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ടൈം ഞങ്ങൾ എന്തായാലും അത് കേൾക്കും. അത് നമുക്ക് നിർബന്ധമാണ്. കണ്ണൂർ വരുമ്പോൾ മുത്തപ്പൻ്റെ അടുത്ത് മുത്തപ്പൻ കാവ് എന്നൊക്കെയാണ് നമ്മുടെ ഒരു വൈബ്. പക്ഷേ നടക്കണ്ട്
ഹലോ. അവൻ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാസേട്ടനൊക്കെ റൂമിലേക്ക് പോയിട്ടോ. നമ്മുടെ ഹോട്ടൽ എവിടെയാണ്? ഞങ്ങൾ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, അവരോട് ഞങ്ങൾ സംസാരിച്ചാൽ ഇങ്ങനെയാണ്, നിർത്തത്തില്ല. ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് ഹാപ്പി ആയിട്ട് അവരോട് സംസാരിച്ചപ്പോൾ അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നി, സങ്കടവും തോന്നി അവരുടെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ. പിന്നെ ഞങ്ങൾക്കങ്ങനെ നമ്മൾ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണല്ലോ, അത് നമ്മളങ്ങനെ പറഞ്ഞ് നിങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് താല്പര്യമില്ല. നമ്മളവരോട് ചോദിച്ചിട്ടുമില്ല. ഒരുപാട് കഷ്ടപ്പെടുന്ന ഫാമിലി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഞങ്ങൾ റൂം ഇവിടെ ഉണ്ട്. നല്ല ഫ്രഷപ്പ് ആക്കിയിട്ട് നല്ല ഞങ്ങൾ കയറും. ഞങ്ങളിതാ റൂമിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്ത് തന്നെ ഇട്ടെ നേരെ താഴെ ലിഫ്റ്റ് കയറിയിട്ട് പോവാണ്. ദാസേട്ടനൊക്കെ താഴെ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നേരെ നമ്മൾ ഫംഗ്ഷനിലേക്ക് ലേറ്റ് ആയെന്ന് തോന്നുന്നു, അറിയത്തില്ല. ലേറ്റ് ഉണ്ടോ, അരമണിക്കൂർ ലേറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ബാക്കി വിശേഷങ്ങൾ അവിടെ പോയി. ദാസേട്ടനും ഇതാ ഫ്രണ്ട്സും അവിടെ ഉണ്ട്. ഗൈസ് ഞങ്ങളിതാ കാറിൽ കയറുകയാണ് നേരെ അങ്ങോട്ട്. ഗൈസ് അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി കയറി ഇറങ്ങി, കാരണം പെട്ടെന്ന് കയറി ഇറങ്ങി, കാരണം കുറച്ച് ലേറ്റ് ആയിരുന്നു. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്താ പറയുക. നമ്മളെ ദിവ്യ ചേച്ചിയുടെ സംരംഭമാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നോക്കുക. അപ്പോൾ അതിൻ്റെ ലോഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ആണ് ഫസ്റ്റിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ദാസേട്ടനെ ഓൾറെഡി സ്റ്റേജിൽ കയറി വന്നു. And also I would like to welcome the Radio Mango Programming Manager Chandrasekhar Nair and Lavas Designer CEO Lavanya Albi to the stage. നമുക്ക് ഭക്തിപൂർവ്വം നമ്മുടെ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ആരംഭിക്കാം. തീക്ഷ്ണ ശക്തിയുള്ള രണ്ട് യുവ വിതരങ്ങളാണ് രണ്ടുപേരും. അല്ലേ? അപ്പൊ അധികമായിട്ടില്ല, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 4-5 മാസമായിട്ടില്ല അവരെ പരിചയപ്പെട്ടില്ല. എനിക്ക് അത്രയ്ക്കും പെർഫെക്റ്റ് കപ്പിൾസ് അല്ലേ? ഓക്കെ. അപ്പൊ അവരൊരു സംരംഭത്തിന് എന്നോട് പറഞ്ഞ ആസട്ടം ഞാൻ വരും ദിവ്യാണ്. ഞാൻ ഇപ്പം ഇരിട്ടി KSCB ലാസ്റ്റ് ഉണ്ടായിരുന്നത്. ഇപ്പം പ്രൊമോഷനായിട്ട് സീനിയർ സൂപ്രണ്ടായിട്ട് തിരുവമ്പാടി KSCB ജോലി ചെയ്യുന്നു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഫിലിമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തിരക്കുണ്ടെങ്കിൽ മാത്രമേ വരാതെ എനിക്ക് ദിവ്യ, അല്ല ഞാൻ എന്തായാലും എത്തും. വന്നു, കുറച്ച് ലേറ്റ് ആയിപ്പോഴുള്ള വ്യസനം മാത്രമേ എനിക്കുള്ളൂ. ബഹുമാനപ്പെട്ട നമ്മളെ മേയർ സോറി. അപ്പം കണ്ണൂര് നമുക്ക് അല്ലേ, കണ്ണൂർ ഒരു വൈബിൾ സ്ഥലമാക്കാൻ പറ്റും അല്ലേ? കണ്ണൂരിൽ നല്ലൊരു തുടക്കമാവട്ടെ ദിവ്യ കേട്ടോ, നല്ല തുടക്കമാവട്ടെ. അപ്പം എല്ലാ രീതിയിലും മുന്നോട്ട് പോവാ. അപ്പം നല്ലൊരു ഭാവി ഉണ്ടാവും ദിവ്യക്ക്, നല്ലൊരു ഭാവി ഉണ്ടാവും. ശ്യാമേ പൊളിക്കല്ലേ? പൊളിക്കാം. അപ്പം ഞാൻ അവിടെ ഉണ്ടാവും. ഇനിയിപ്പം പരിപാടി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ബാക്കപ്പ് ആയിട്ട് ഞാൻ അവിടെ പോകണം. അപ്പം ചങ്കളെ പൊളിച്ചെടുക്കാം. ഇതിന് എനിക്കൊന്ന് നടക്കാൻ അവസരം തന്നെ. താങ്ക് യു. അടുത്തതായി ബാക്കി പറയണോ? ഞങ്ങൾ പണ്ടേ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ വീട്ടിലൊക്കെ വന്ന് ഭയങ്കര സെറ്റായിട്ട് പൊളിച്ചടക്കിയ ചങ്ങയാണ്. ഞങ്ങൾ ഇവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പൊളി. നിനക്ക് എന്തോ ഒരു പ്രായം കുറഞ്ഞ പോലെ അല്ലേ? പൊളിട്ടാ ഗൈസ്. അല്ല, വീഡിയോ യൂട്യൂബ് ചെയ്യുന്നുണ്ട് ഇപ്പം ചെയ്തു തുടങ്ങി. പേര് പറഞ്ഞോളൂ. എന്റെ പേര് ഫെലിക്സ് എന്നാണ് ഗൈസ്. ഡെവിൾ ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇവർക്കൊക്കെ ഡെവിൾ തന്നെയാണ്. മോജുണ്ട്, ഇൻസ്റ്റ ഉണ്ട്, പേര് മോഡലാണ്. ചെറിയ പുള്ളിയൊന്നും അല്ല, അത്യാവശ്യം മോഡലിംഗ് ഒക്കെ സെറ്റപ്പ് ആണ്. പിന്നെ ഗൈസ് ഞങ്ങൾ അവനോട് സംസാരിച്ചോട്ടെ. പേരൊന്ന് പറയാം. ലെൻസ് ഒക്കെ ഇട്ട് ഭയങ്കര ലുക്കിൽ ഇറങ്ങിയാട്ടാ. പിന്നെ വേറൊരാളുണ്ട്, പാർട്ട്ണറാണ്
ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ വീഡിയോ കാണാറുണ്ട്, ഇയാൾ കണ്ടിട്ടില്ല. നമ്മുടെ കൂടെയുള്ള വോക്കലിസ്റ്റ് കം ഗിറ്റാറിസ്റ്റ് സബ്രീന കാമിയ. ചായിങ് എന്നാണ് ബാൻഡിൻ്റെ പേര്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ നിങ്ങളുടെ കൂടെ കുറച്ച് പാട്ടുകളൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ എൻജോയ് ചെയ്യില്ലേ? എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം, പക്ഷെ അറിയാവുന്നതാണെങ്കിൽ മാത്രം ട്രൈ ചെയ്യാം. ഗൈസ്, നമ്മൾ അഭ്യർത്ഥന മാനിച്ച് ഒരു പാട്ട് പാടുന്നുണ്ട്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ തെറ്റുണ്ട് നമ്മളങ്ങ് ക്ഷമിച്ചു. കാരണം ഞങ്ങൾ വേണ്ടി പാടുക. നമുക്ക് വേണ്ടി പാടി അടിപൊളിട്ടാ ഗൈസ്. അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു, എന്നാലും ഭയങ്കര പൊളിയാണ് ഗൈസ്.
വീഡിയോ ക്രിയേറ്റേഴ്സ് ആണ് ആൻഡ് ഓൾസോ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ്. നല്ലൊരു കൈഡിയോടെ തന്നെ മ്യൂസിക് കുറച്ചും കൂടി ഒച്ചത്തിൽ വെക്കാൻ പറയുന്നുണ്ട് നമ്മുടെ ട്വിൻ ബ്രോസ്. Yes, there we go, twin bros. Yes, thank you so much. അടുത്തതായി I would like to welcome Santosh Ivan Alvin to the stage. നല്ലൊരു കൈഡിയോടെ തന്നെ let's welcome Santosh Ivan Alvin to the stage. I would like to welcome Divya ma'am to give the award. സഹോദരികള് എന്താ പേരെന്താ? കസിൻസ് ആണോ അതോ ഫ്രണ്ട്സ് ആണോ? ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെയാണോ? നമുക്ക് നമ്മളൊരു പാട്ട് ചോദിച്ചു, പക്ഷെ അത് തപ്പി കണ്ടുപിടിച്ചതാ. അറിയില്ല എന്ന് പറഞ്ഞു. സാധാരണ കടുങ്കാപ്പി എന്ന് പറയുന്നത് പ്രണയിക്കുന്ന എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്. ഈ ഒരു പ്രണയിക്കുന്നില്ലാന്ന് മനസ്സിലായി. പക്ഷെ ഇവരെന്ത് ചെയ്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് 2 പേര് ഞങ്ങൾക്ക് വേണ്ടി പാടി തന്നു. അടിപൊളി കേട്ടോ. ചുമ്മാ ഡീറ്റെയിൽ എവിടെയൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് അടുത്ത് വ്ളോഗായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എവിടെയെങ്കിലും പോകുന്നുണ്ട് മാത്രം. കഴിഞ്ഞ ഞങ്ങളൊരു പ്രോഗ്രാമിൽ കണ്ട ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയി. എത്രയോ നേരത്തെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ മിക്ഷൻ്റെ ഒരു ഇപ്പം നല്ലൊരു പാട്ടൊക്കെ പാടിട്ടോ നേരത്തെ അല്ലേ? റാപ്പ് ചെയ്തു അല്ലേ? ഞാൻ ജൂനിയർ ആർജി ആട്ടോ അല്ലേ? ഏത് എവിടെ വർക്ക് ചെയ്യുന്നത്? റെഡ് എഫ് എമ്മിൽ കണ്ടാ കുട്ടി ആർജി. അവിടെ നോക്കി പറ. എൻ്റെ സൗണ്ട് കേട്ട് പരിചയം ചോദിക്ക്. നീ ഒന്ന് സംസാരിച്ചേ. ചെയ്യ വരുന്ന ഗൈസ്. ഒന്നാമതെന്താ അറിയോ? ആർജി ആണല്ലോ, മൈക്ക് കിട്ടി കഴിഞ്ഞാൽ സംസാരിക്കും. അത് ക്യാമറേൻ്റെ മുന്നിൽ നമ്മൾ എക്സ്പീരിയൻസ് ആയി വരുന്നേ ഉള്ളൂ അല്ലേ? അല്ലേ പൊളി സപ്പോർട്ട് ചെയ്യാം. നല്ല ക്യൂട്ടായിട്ട് എല്ലാവർക്കും ഷൈ ഇല്ലേ? റാമ്പിൽ ഇവര് പുലിക്കുട്ടികള്, പുറത്തിറങ്ങുമ്പോ ഇവര് ഭയങ്കര ഷൈ. പറ ഗൈസ്. ഇതാ കാസർഗോഡ് ഉള്ളവരൊക്കെ മഞ്ചന്മാരാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ റാമ്പ് ഇതില്ലേ ഗൈസ്? ഇല്ല പുള്ളിയല്ല. ഞങ്ങൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു ഫോട്ടോ എടുക്കട്ടെ? ഞങ്ങൾ അറിയും ഇല്ല പറഞ്ഞത് അല്ലാതെ. പിന്നെ ഞങ്ങൾ വേറെ കുട്ടീസ് ഉണ്ടായിരുന്നു പെൺകുട്ടികൾ, അവരോട് ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു വെറുതെ ഞങ്ങൾ അറിയോ ചോദിച്ചു. ആ എന്താ പേര് പറഞ്ഞു? പേര് ആൽബി. ഞങ്ങൾക്ക് ആകെ ഇവനെ മാത്രമേ അറിയൂ. സന്തോഷ്. ഞങ്ങളുടെ വീട്ടിൽ വന്ന് സ്റ്റേ അടിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ കൂടെ പരിചയപ്പെട്ടാം. യാത്ര ആവട്ടോ. ചേച്ചിക്കുട്ടീനോട് ഞങ്ങൾ യാത്ര ഗൈസ്. പറയാം ഒരു ദിവസം കോഴിക്കോട് വാ, സെറ്റ് പൊളിക്കാം.
ഫോട്ടോസ് ഇനി കുറച്ച് ഡിമാൻഡ് കൂട്ടരുത്, ഫോട്ടോസ് ഒക്കെ അയച്ചു തരണം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളിതാ ആളെ നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തു. ഞങ്ങളിതാ തിരിച്ച് റൂമിലേക്ക് പോകണം, ഫുഡ് കഴിക്കണം, സെറ്റാക്കണം. അപ്പം അങ്ങനെയാണ് ഗൈസ്. ഞങ്ങളിതാ ഇക്കാടെ വീട്ടിലെത്തിട്ടാ. പൊളിപ്പൊളി. നമ്മൾ കഴിഞ്ഞ നമ്മളെ വ്ളോഗിലുണ്ട്, ഇവര് ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ കോഴിക്കോട് അവൻ കയറട്ടെ, വീട്ടിലേക്ക് കയറട്ടെ. ഇവിടെ വന്ന പിള്ളേരിട്ട് ഒരേ കോസ്റ്റ്യൂമിൽ അടിപൊളി. എന്ത് പേര് പറ? ആളെ ചിരി നോക്ക്, ഭയങ്കര ക്യൂട്ട്. പേര് പറ. ആ നാണം വന്നു അവന്. പേര് പറ. ഹഗാൻ. ഓക്കെ. പൊളിയിട്ടാ ഇവര്. നിങ്ങളിത് വാങ്ങിച്ചല്ല പൊളി ഗൈസ്. അല്ലെങ്കിൽ ഈ നാദാപുരം ഒരു വെറൈറ്റിയാണ്. നമ്മുടെ നാട്ടിലെ നെയ്ച്ചോറ് ഈ പൊടി കുഴക്കുമ്പോൾ വെള്ളം ചൂടുവെള്ളം ഒരു ഭയങ്കര സൽക്കാരട്ടാ. പിന്നെ പണ്ടേ കണ്ണൂർക്കാരും കോഴിക്കോട്ടുകാരും മലപ്പുറക്കാരും സൽക്കാര പ്രിയരാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞു പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞില്ല, വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കഴിച്ചാട്ടോ ഗൈസ്. ഫുഡൊക്കെ കഴിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ടോ? ആ ഫുഡിനെ കുറിച്ച് അഭിപ്രായം പറയാനുണ്ട് ഗൈസ്. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനതാ ഫുൾ പ്ലേറ്റ് ക്ലീൻ ചെയ്തത് ഞാൻ കാണിച്ചു കൊടുത്തു. അതിന് മന്തി ഉണ്ട്, പക്ഷേ നമ്മൾ കൂടുതൽ ഐറ്റംസ് ടേസ്റ്റ് ചെയ്ത വീട്ടിലെ ഫുഡാണ്. ഞങ്ങളതാണ് ഇവരെ കോണ്ടാക്ട് ചെയ്തതും. ഇവർ ഇൻഫ്ലുവൻസറാണ്, ഫുഡ് ബ്ലോഗറാണ്, ഭയങ്കരമാണ്. അങ്ങനത്തെ ഐറ്റംസ് പറയണം. നിങ്ങൾ പറഞ്ഞ പോലെ കുറച്ച് നേരത്തെ പറയണം. അത് പറിച്ചെടുക്കണം. അല്ല, രാത്രി വന്നു കഴിഞ്ഞാൽ രാത്രി പറമ്പ് പോയി പറിക്കാൻ പാടില്ല എന്നാണ്. നൈറ്റ് രാത്രി പറിക്കാൻ പാടില്ല. നിങ്ങളെവിടേക്കുണ്ടാ അറിയത്തില്ല, രാത്രി പറിക്കാൻ പാടില്ല. അതോടെ തന്നെ നമ്മൾ പറിച്ചു കൊടുക്കണം, വേറെ ഒരാൾ പറിക്കാൻ പാടില്ല. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കളി നിർത്തും. നമ്മളൊക്കെ യോജിക്കുന്ന ആളാണ്. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ അന്നേരം കയറിക്കോളണം, വിളക്ക് വെക്കണം, അങ്ങനെ വന്നു. പണ്ട് 6 മണി കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ അടങ്ങിക്കണം. നമ്മളിപ്പോഴും അത് ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു വീട്ടിൽ ആദ്യമായിട്ട് വരുന്ന വീട് നിങ്ങളേതാണ്. ഇതുവരെ ആരെ വീട്ടിൽ കയറിയില്ല. ഫുഡും കഴിക്കാൻ പറ്റും. ഇനി ഞങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങൾ നാട്ടിലേക്ക് ഒരു ലാസ്റ്റ് നിങ്ങൾ വരുമ്പോ വിളിക്ക്. സൺഡേ രണ്ടാൾക്കാർ എറണാകുളം പോയപ്പോ കല്യാണത്തിന് പോകാൻ പറ്റിയില്ലല്ലേ? ഷിയാസ് വൈസ് പ്രസിഡന്റാണ് നമ്മുടെ കിക്കിന്റെ. ആ ഒരു വിഷയം കാരണം പുള്ളി ഇപ്പം തൽക്കാലം മാറിയിട്ടാണ്. മല്ലു ട്രാവൽ വൈസ് പ്രസിഡന്റ്, അവരും മാറി നിൽക്കുക. രണ്ടുപേർക്കും വിഷയം അവര് മാറി. ഇവരോട് യാത്ര പറയട്ടെ. ഇക്കുണ്ട്. ഓക്കെ ബൈ. അപ്പോൾ രാത്രി യാത്രയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ ഇവരുടെ സൽക്കാരം. നമ്മുടെ കോഴിക്കോട് പറയാം സൽക്കാര പ്രിയർ എന്ന് പറയുമ്പോൾ ഇവർ ഭയങ്കര സൽക്കാര പ്രിയ കേട്ടാ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ രാത്രി യാത്രയില്ല. ഓക്കെ, യാത്ര പറയാം. അനീഷ് നമ്മളെ ചങ്കാണെങ്കിൽ എനിക്കറിയില്ല, ഞാൻ വിളിക്കൂ. കണ്ണൂർ വരുന്ന അതിന് 9 വിളിക്കും.
ദാസേട്ടൻ്റെ ചങ്ങാണ്, അപ്പൊ നമ്മളെയും ചങ്ങ. ഇപ്പൊ വീഡിയോസിനകത്ത് വ്ളോഗിൽ കൂടുതലും ഞങ്ങൾ ഡ്രൈവ് ചെയ്യായിരുന്നു guys. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ പേര് പറയും. അപ്പൊ ഗൈസ് നമ്മളെ റൂമിലേക്ക് വന്നു. കുറച്ച് നേരത്തെ വരെ നമ്മള് ദാസേട്ടൻ്റെ റൂമിലായിരുന്നു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് റൂം എടുത്തത്. നമ്മുടെ റൂം നോക്കട്ടെ ഗൈസ്. സെറ്റ് ലൈറ്റ് എടുത്ത ഗൈസ്. AC വർക്കൗട്ട് ആവുന്നുണ്ട്. നമ്മൾ സെറ്റ് ഇട്ട സെറ്റ് നല്ല ഒന്ന് കിടന്നുറങ്ങാൻ. TV ഒക്കെ ഓൺ ആയിട്ടുണ്ട്. ഫുൾ സെറ്റ് എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ ചിഞ്ചുട്ടാ എങ്ങനെയുണ്ട് വൈബ് എന്ന് പറഞ്ഞു? മീഡിയം വേണം നോക്കിയാൽ സാധാ പറ അടിപൊളി. അപ്പോൾ ഗൈസ് ഇതാ ഞങ്ങൾ എന്താ പറയുക ഏറ്റവും വലിയൊരു സന്തോഷം തോന്നി. എന്താ പറയുക ഫങ്ഷനൊക്കെ പൊളിച്ചു. പിന്നെ അവരുടെ വീട്ടിൽ പോയിട്ട് നമ്മളെ വ്ളോഗേഴ്സിൻ്റെ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചാണ് ഞങ്ങൾക്ക് ഏറ്റവും ഭയങ്കര ഒരു എക്സ്പീരിയൻസിലെ ആദ്യമായിട്ടാണ് കണ്ണൂർ ഒരു വീട്ടിൽ ഞങ്ങൾ കയറി ചെല്ലുന്നത്. ആദ്യമായിട്ടൊരു കണ്ണൂർ ഒരു വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നത് അവരുടെ വീട്ടിലാണ്. പിന്നെ അപ്പോൾ അങ്ങനെ ഒരുപാട് സന്തോഷം. ഇനി എന്താ പറയുക ജസ്റ്റ് ഇതാ കിടക്കണം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അനുഭവങ്ങൾ പറയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂടുതൽ വ്ളോഗ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഒരുപാട് പേര് വന്ന് അപ്രോച്ച് ചെയ്ത് സംസാരിച്ചത് കൊണ്ട് നമുക്കങ്ങനെ ഞങ്ങളുടെ വീഡിയോസ് തന്നെ പറയാറുണ്ട്, ഞങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ താല്പര്യമുള്ള സംസാരപ്രിയരാണ്. അതാണ് ഞങ്ങളുടെ മൈൻഡ്. അപ്പോൾ നമുക്ക് അവരോട് സംസാരിക്കാം. വ്ളോഗ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരമല്ലേ. പിന്നെ മാക്സിമം നമ്മൾ ഉൾപ്പെടുത്തും വ്ളോഗിൽ, അല്ലാതെ കൂടുതൽ സംസാരിക്കാൻ പറ്റും. ഒരുപാട് പേര് പുതിയ ആൾക്കാരെ പരിചയപ്പെട്ടു. ഒരുപാട് പേരോട് സംസാരിക്കാരായാലും ബീച്ചിൽ പോയ സമയത്തായാലും അല്ലാതെ ആയാലും ഒക്കെ ഒരുപാട് സ്നേഹങ്ങൾ കിട്ടി. ഒളിച്ചിട്ട് നല്ല ക്ഷീണമുണ്ട് കേട്ടോ മുഖത്ത്. അതാണ് ഭയങ്കര ടയർഡാണ്. നാവൊക്കെ നന്നായിട്ട് വേദന. ഒരുപാട് വെറൈറ്റി ഫുഡുകൾ കഴിച്ചു. പുണ്ണ് വന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ കണ്ണൂരിനോട് വിട പറയാണ്. അപ്പം പ്രോഗ്രാം കഴിഞ്ഞതാ. ദാസയുടെ വരുന്ന ചിഞ്ചൂടെ വരുന്ന ആളാണ്. മെല്ലന കയറും അവൻ വരുന്നുണ്ട്. അപ്പം നല്ല വൈബ് കേട്ടോ. രാവിലെ ഞാൻ കുളിച്ചില്ല, അവനും കുളിച്ചില്ല. ദാസയുടെ മാത്രം കുളിച്ചു. ദാസയുടെ നേരെ ജോലിക്ക് കയറണം തിരുവമ്പാടി. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ഇപ്പോൾ ഏരായി. ഇനി എപ്പോഴാണ് അവിടെ ഓടി എത്തുകയെന്ന് അറിയില്ല. എന്തായാലും 3-3.5 മണിക്കൂർ യാത്ര ഉണ്ട്. 10 മണി നമ്മളെ ഡ്യൂട്ടി കയറണം. അപ്പം അങ്ങനെയാണ് ഗൈസ്. ഒന്നും കുടിച്ചിട്ടൊന്നും എന്തെങ്കിലും കുടിക്കണം പോകുന്ന വഴിക്ക്. ഇപ്പം പുറകെ കൂടെ ഇനി പറയുന്നില്ല. നാട്ടിലെത്തി കഴിഞ്ഞാൽ വീഡിയോ എന്ത് ചെയ്യും. കണ്ണൂരിനോട് ചായ കുടിക്കാൻ ഇറങ്ങിയേട്ടാ. ദോശ കോർട്ട് ഗൈസ്. നോക്ക്. ഗുഡ് മോർണിംഗ്. ഞാൻ കുളിച്ചില്ല, ബാക്കി ഫ്രഷായി. കുടിക്കാനുള്ള സമയമല്ല. രാവിലെ എണീറ്റ് ഇതിനെ കാലത്ത് തന്നെ നമ്മൾ രാവിലെ തന്നെ നേരെ വീട്ടിൽ പോയിട്ട് കിട്ടാം. ബാക്കി ദാസന് പൊളിച്ചെടുക്കുക രാവിലെ തന്നെ. അപ്പോൾ ദോശക്കടയിൽ ദാസയുടെ ഇവിടെ ഇരുട്ടിയിലുള്ള സമയത്ത് ഭക്ഷണം സ്ഥിരം കഴിക്കുന്ന സ്പോട്ടാണ് ഇവിടെ ദോശക്കട. ദോശ കോർണർ കേട്ടോ. ഇവിടെ സെൽഫാണ്. നമ്മളെ സെൽഫ് ആയിട്ട് നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ എടുത്തിട്ട് കഴിക്കണം. നമ്മൾ നല്ല സ്പേസും ഉണ്ട് കേട്ടോ. ഒരു 30 ആൾക്കാർക്ക് കഴിക്കാനുള്ള സ്പേസും ഉണ്ട്. ഹൈവേ സൈഡ് തന്നെയാണ്. സെൽഫ് സർവീസാണ് ഇവിടെ. ദോശ മാത്രമേ ഉള്ളൂ. പിന്നെ സ്നാക്സ്, ടേക്ക് കോഫി, അത് മാത്രമേ ഉള്ളൂ. ദോശയാണ് ഹൈലൈറ്റ്, വേറെ ഒന്നുമില്ല. സ്നാക്സ് ഇപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് സ്നാക്സ് ഒന്നുമില്ല. ദോശയാണ് മെയിൻ. പിന്നെ മസാല ദോശയിൽ തന്നെ പല ഐറ്റംസ് വെറൈറ്റി. അപ്പം തൊട്ട് വേഗം തന്നെ ഹൈവേ നമ്മളെ അതിപ്പം കറക്റ്റ് പറയുകയാണ് കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ടടുത്ത്. പിന്നെ റെയിൽവേ ക്രോസിങ്ങിൻ്റെ ഒക്കെ അടുത്ത് റൈറ്റ് സൈഡിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് കേട്ടോ. എത്ര ഏറിയ കറക്റ്റ്. വണ്ടി നമ്മൾ ഉള്ളേരി വെച്ചത് നമ്മളെ ബൈക്ക്. അപ്പോൾ അത് എടുക്കണം. പെട്ടെന്ന് തുറന്നു നമ്മളും കഴിക്കാം കേട്ടോ. എന്നാൽ ശരി.
ഞങ്ങൾ കഴിക്കട്ടോ ഗൈസ്, കഴിച്ചിട്ട് പറഞ്ഞത് എന്തായാലും ഒരു കഷ്ണം കഴിച്ചിട്ട് പറഞ്ഞത്. അടിപൊളി ചട്നി, സാമ്പാർ അടിപൊളി. നമ്മൾ ഉള്ളേരി എത്തിയതാ ദാസേട്ടനോട് നമ്മളിപ്പോ യാത്ര നെക്സ്റ്റ് ടൈം കാണാൻ നമ്മള് ഒരു ദിവസം അടിച്ച് പൊളിച്ച് ചങ്കുകളെ. ഞാൻ നേരെ തിരുവമ്പാടി ഓഫീസിലേക്ക് പോവാണ് ഇവരെ ഇറക്കി കഴിഞ്ഞ ശേഷം. അപ്പം പൊളിച്ചടിച്ച് നെക്സ്റ്റ് ടൈം നമുക്ക് മീറ്റ് ചെയ്യാം. നല്ല അടിപൊളി 1-2 റീൽസ് ഒക്കെ എടുത്തിട്ട് കേട്ടോ. ആ റീൽസ് ഒക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. അതിന്റെ എഡിറ്റിങ്ങിനാണ്. സെറ്റ് ആക്കൂലേ ദാസേട്ടാ? സെറ്റ് ആക്കും. അത്രേ ഉള്ളൂ. ദാസേട്ടൻ ജോലിയിൽ കയറണം, അതാണ്. 9 10 മണിക്ക് അടുത്ത്. അപ്പൊ ഓക്കെ ദാസേട്ടാ. ഓക്കെ. ഞങ്ങൾ വരുന്ന വഴിക്ക് ഇവിടുന്ന് ചേച്ചീനെ പരിചയപ്പെട്ടിട്ടാ കാണാം. ആണോ? ആ കൊയിലാണ്ടി എത്തണോ? ആ അടിപൊളി. ചേച്ചിയുടെ പേരൊന്നും അറിയാം? ഈ ഷോപ്പിൽ വർക്ക് ചെയ്യാണ്ട. അടിപൊളി. ഇവിടെ ഞങ്ങളിങ്ങനെ വരുമ്പോൾ ഞങ്ങളോട് ചോദിച്ചു വീഡിയോ ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ ഓക്കെ ഗൈസ്, ഇങ്ങനെ ഒരുപാട് സന്തോഷം. വണ്ടി എടുക്കണ്ടെന്നല്ലേ, ഇവിടുന്ന് വണ്ടി എടുക്കാൻ സമ്മതിക്കാതെ ഞങ്ങളോട് മാനേജർ ഗ്യാസിൻ്റെ സൂപ്പർവൈസർ ഭയങ്കര. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇവിടെ വന്നു, പക്ഷെ ഇവനോട് സംസാരിച്ച് ഇങ്ങനെ നിന്ന് പോയതാണ്. കുറേ നേരത്തെ വന്നു. ഞങ്ങൾ അതല്ല, അത് ആ ചാനൽ മൈബി. എന്താ പേര് പറ? അഭിനന്ദ്. ഇതാ ഉള്ളേരി ഇതാ സൂപ്പർവൈസർ ആക്കാം. അപ്പം അങ്ങനെ പൊളിക്കാം. ആ ചാവില്ല, ആ ഓഫീസിലായിരിക്കും സാറേ. സാറ് ഫ്രഷപ്പ് ആവാൻ വേണ്ടി വന്നാൽ അപ്പം കയറാൻ പറ്റിയണ്ട. അപ്പം അങ്ങനെയാണ് ഗൈസ്. എന്താ പറയുക, പൊളിക്കാം. അവൻ പിന്നെ അവിടെ സാറുമാർ വന്നതിനെ കൊണ്ട് അങ്ങോട്ട് പോയതാണ്. സെറ്റ് ഗൈസ്. അപ്പം ഞങ്ങൾ വീഡിയോ കേട്ടോ. അപ്പം നമ്മളിതാ ഇത് ഓപ്പൺ ആക്കണം, തുറക്കാൻ പോവാണ്. വേലി ഇട്ടിട്ടുണ്ട്. തുറക്കണം. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് നമ്മൾ ഉള്ളിൽ ഇവിടെ ഭാരതിൻ്റെ പമ്പിൽ, ഭാരത് പെട്രോളത്തില്ല കേട്ടോ, വണ്ടി വെച്ച് ബുള്ളറ്റ് വെച്ച്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായി ഗൈസ്, ഞങ്ങൾ പെട്ടു ഗൈസ്. ഡയറക്റ്റ് ഇരിക്കുന്നു. ഒന്ന് പമ്പ എവിടെയും തുറക്കില്ലല്ലോ 12:30 വരെ അല്ലേ. അപ്പോൾ പെട്ടു. അപ്പോൾ ഇന്നത്തെ യാത്ര അടിപൊളിയായിരുന്നു. ഇന്നലത്തെ പിന്നെ പ്രോഗ്രാംസും കാര്യങ്ങളും നിങ്ങൾ കണ്ടല്ലോ. നമുക്ക് അങ്ങനെ കൂടുതൽ കവർ ചെയ്യാൻ പറ്റില്ല. മാക്സിമം നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് സർക്കിളൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ അവരിലേക്ക് ഇറങ്ങി ചെല്ലും, സംസാരിക്കും. ഞങ്ങൾ സംസാരിക്കാന്ന് പറയുന്നത് ഞങ്ങളെ പരിചയപ്പെടുന്നവർക്ക് അറിയാം. കാരണം അവിടെ നിന്നാട്ട് മെയ്ക്കും സംസാരിക്കാൻ ഞങ്ങളായാലും ഞങ്ങളെ പണ്ട് മുതലേ അങ്ങനെ തന്നെ ഇങ്ങനെ കടാന്ന്. പിന്നെ ദാസേട്ടനായാലും ഞങ്ങൾക്ക് പറ്റിയ വൈബാണ്, അടിപൊളിയാണ്. അപ്പോൾ വേണ്ട ഇന്നലെ ഉറക്കം ക്ഷീണം. കാരണം രാവിലെ തന്നെ ദാസേട്ടന് ഡ്യൂട്ടിക്ക് പോകേണ്ടതിനെ കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് രാവിലെ തന്നെ കണ്ണൊക്കെ കണ്ട ഇറങ്ങിയെടുക്കുന്ന ഉറക്കം റെഡി ആയിട്ടില്ല. മോർണിംഗ് തന്നെ അവിടെ നിന്ന് പോകുന്നു. ഒരു 7:00 അല്ലേ, നിങ്ങൾ കണ്ടല്ലോ. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളേരി എത്തിയപ്പോൾ അവിടെ നിന്ന് ഒരു ചേച്ചി ഭയങ്കര ഒരു സന്തോഷം തോന്നി. ശരി, അതന്നെ. ഇങ്ങനെ സ്റ്റൈലാക്കുന്ന പോടാ. ചേച്ചി മോള് മൂന്നാം ക്ലാസ്സിൽ മക്കൾക്ക് ഭയങ്കര അല്ലെങ്കിൽ മക്കളും ചേച്ചിമാരും അമ്മമാരെയൊക്കെയാണ് ഞങ്ങളെ വീഡിയോസ് കൂടുതൽ റെഗുലർ കാണുക ഇഷ്ടപ്പെടും. പിന്നെ ഇപ്പോഴത്തെ 2000 കുട്ടീസൊന്നും നമ്മളെ വീഡിയോസ് കാണാറില്ല. കാണുന്നവരുണ്ടെങ്കിലും മെസ്സേജ് അല്ല, കാണുന്നവരുണ്ടെങ്കിൽ കൂടുതലും ഫാമിലീസാണ് കാണാറായിട്ട് ബോണ്ടിങ് ഉള്ളത്. പിന്നെ ഞങ്ങളുടെ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറഞ്ഞു. എന്നിട്ട് പറയാം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണ്ടെങ്കിൽ പറ. നിങ്ങൾ പറയുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. സ്റ്റൈലാണ് കൂടുതലും ഇങ്ങനെ നമ്മളെവിടെയെങ്കിലും പോവാണെങ്കിലും ആ കാര്യങ്ങൾ വിശേഷങ്ങൾ. പിന്നെ നമുക്ക് പെട്ടെന്ന് വീഡിയോ ഒരു 1-2 വീഡിയോ ഞങ്ങൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് വെച്ചിട്ട് ഞങ്ങൾ കൊണ്ടുവരും.
മാക്സിമം പിന്നെ ഞങ്ങൾ പണിക്ക് പോകുന്നല്ലേ അങ്ങനെ കൂടുതൽ കണ്ടന്റ് ഒന്നും ഇടാതെ പിന്നെ മൈക്കിന്റെ കാര്യങ്ങൾ പിന്നെ എന്താ പറയാ സെൽഫി സ്റ്റിക്ക് അങ്ങനത്തെ ഒന്നുമില്ല, ഉള്ളത് വെച്ച് ഓണം പോലെ. അതാണ് നമുക്കൊക്കെ സെറ്റാക്കാം. അപ്പോൾ ഞങ്ങൾ കൂടെ കൂടി. ലവ് യു ഗുയ്സ്. ടാറ്റു.